ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. കേരള എക്കണോമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ SGDP അഥവാ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് SGDP അഥവാ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഇത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് എന്താണ് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിലുള്ള കാര്യത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമിയെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. സോ ഇന്ത്യയുടെ GDP കാര്യങ്ങൾ നമുക്ക് വളരെ കാര്യമായിട്ടൊന്നും നോക്കാനില്ല. ജസ്റ്റ് ഒന്ന് വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ന്യൂസുകളിൽ ഡാറ്റാസ് മാത്രം ഒന്ന് ഓടിച്ചു പോയാൽ മതി. നമുക്ക് മെയിനായിട്ട് എന്താണ് കേരളത്തിൻ്റെ GDP ആണല്ലേ. സോ ആദ്യം നമ്മളോട് എന്താണ് അവർ പഠിക്കാൻ വേണ്ടി പറയുന്നത്? ആദ്യം എന്താണ് GDP എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു GDPയുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ്, അതുപോലെ തന്നെ ഓരോ സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് GDPയുടെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചിനി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമുക്ക് അറിയാനുള്ള കാര്യം എന്താണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് അറിയണമല്ലേ. സോ GDP എന്താണെന്ന് അറിയുന്നവരുണ്ടാവും. ഈ ക്ലാസ് കേൾക്കുന്നവർ തന്നെ ചിലപ്പം കുറച്ച് പേർക്കൊക്കെ എന്താണ് GDP എന്ന് കൃത്യമായുള്ള ധാരണ ഉണ്ടാവും അല്ലേ. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മറ്റ് SSC അതുപോലെ UPSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് GDP എന്താണെന്ന് നല്ല ധാരണ ഉണ്ടാവും അല്ലേ. ഇനി പുതുതായിട്ട് ഈ വർഷം മുതൽ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് അധികം എഴുതാത്ത ആളുകൾ, അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് GDP എന്താണെന്ന് ഐഡിയ കുറവായിരിക്കും അല്ലേ. അവർ കേട്ടിട്ടുണ്ടാവും. എന്തായാലും GDP എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബട്ട് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും അല്ലേ. സോ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് ആണ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് GDP എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ള കാരണം, കൃത്യമായിട്ട് GDPയെ കുറിച്ചിട്ട് നോളേജ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ച് മുന്നോട്ടേക്ക് പോയാൽ മതി. നമ്മൾ ആദ്യം കുറച്ച് സമയം GDPയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ഇനി ഒരു റിവിഷൻ എന്ന രീതിയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നുകൂടെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് GDP ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാമായിരുന്നു. സോ ആദ്യം നമുക്കറിയാനുള്ള കാര്യം എന്താണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് നമുക്കറിയാം അല്ലേ. സ്റ്റേറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് GDP എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇതാണ്. സോ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ ഇവിടെ വരച്ചല്ലോ. ഈ വരയുണ്ടല്ലോ, ഇതെന്താണ്? ഇവിടെ കാണുന്ന ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ആണല്ലേ. ഇന്ത്യയുടെ ബൗണ്ടറി ആണ് ഈ വരുന്നത്. ഇത് അറൗണ്ട് 15,000 സ്ക്വയർ കിലോമീറ്റർ സംതിങ് എങ്ങാണ്ട് ഇതിൻ്റെ ഈ ഒരു ബൗണ്ടറി വരുന്നുണ്ട്, ഇന്ത്യയുടെ ബൗണ്ടറി വരുന്നല്ലേ. സോ ഇതിനുള്ളിൽ, ഈ ബൗണ്ടറിക്കുള്ളിൽ എന്ത് നടന്നാലും, ഈ ഒരു ബൗണ്ടറിക്കുള്ളിലുള്ള എന്ത് കാര്യത്തിൽ നമ്മളൊരു പേരിൽ വിളിക്കല്ലോ, ഡൊമസ്റ്റിക് എന്നല്ലേ. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി, അല്ലെങ്കിൽ ആഭ്യന്തര അതിർത്തി എന്ന രീതിയിൽ നമുക്ക് ഇതിനുള്ളിലുള്ള ഭാഗത്തെ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇവിടുന്ന് തൊട്ട് മുകളിൽ തൊട്ടിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇത് മൊത്തത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ എന്താണ് GDP എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ടെറിട്ടറി ഉണ്ടല്ലോ, ഡൊമസ്റ്റിക് ടെറിട്ടറി ഞാൻ DT എന്ന ഡൊമസ്റ്റിക് ടെറിട്ടറി, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിനെ ഞാൻ FY എന്ന് എടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ, ഓക്കെ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2 കലണ്ടർ ഇയേഴ്സ് ആണ്. ഒരു വർഷം ഏപ്രിൽ തൊട്ടിട്ട് നെക്സ്റ്റ് വർഷം മാർച്ച് വരെ, ഏപ്രിൽ 1 തൊട്ടിട്ട് മാർച്ച് 31 വരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 2025-2026 ഫിനാൻഷ്യൽ ഇയർ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അല്ലേ. സോ 2025 ഏപ്രിൽ 1 തൊട്ടിട്ട് 2026 മാർച്ച് 31 വരെ ആയിരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഇയർ. ഇനി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ചോദിച്ചാൽ 2024 ഏപ്രിൽ 1 തൊട്ടിട്ട് 2025 മാർച്ച് 31 വരെയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. താഴെ പറഞ്ഞ എന്താണ് ഫിനാൻഷ്യൽ ഇയറിന്റെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഒരു വർഷം 2 കലണ്ടർ ഇയർ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ വർഷത്തെ ഏപ്രിൽ 1 തൊട്ടിട്ട്, ഓക്കെ, അതെങ്ങനെ പഠിക്കും? മാർച്ചും ഏപ്രിലും മാറിപ്പോവില്ലേ? അങ്ങനെ ഡൗട്ടുള്ളവർ ആൽഫബറ്റിക് ഓർഡറിൽ A ആണല്ലോ ആദ്യം. A എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ 1 ആണല്ലേ. അത് തന്നെ എടുത്താൽ മതി, ഏപ്രിൽ 1. ഇനി മാർച്ച്, മാർച്ച് ആണല്ലേ. മാർച്ചിൽ മാർച്ചിൽ 1 ആണോ 20 ആണോ 30 ആണോ എന്ന് ഡൗട്ടുള്ളവർ ഒരു കലണ്ടറിൽ ഏറ്റവും മാക്സിമം വരാൻ വേണ്ടി പറ്റുന്ന ഡേറ്റ് എത്രയാണ്? 31 ആണല്ലേ. അതങ്ങ് എഴുതി വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ എന്ന് തൊട്ട് ഇന്ന് വരെയാണെന്ന് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ബട്ട് പലപ്പോഴും ഓപ്ഷനിൽ മാർച്ച് 31 തൊട്ടിട്ട് ഏപ്രിൽ 1 വരെ, അല്ലെങ്കിൽ ഏപ്രിൽ 31 തൊട്ടിട്ട് മാർച്ച് 1 വരെ എന്നൊക്കെ പറഞ്ഞിട്ട്
കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരാറുണ്ട്. സോ അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നവരുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആൽഫബറ്റിക് ആരംഭിക്കുന്നത് എയിലാണ് അല്ലേ, ആദ്യം എ ആണ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ എം വരത്തുള്ളൂ. ഓക്കെ, ഇനി എ എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് നമ്പർ എത്രയാണ്, 1 ആണ്. ഇനി എം എത്രയാണ്, ഒരു മന്തിൻ്റെ ഏറ്റവും മാക്സിമം വരുന്ന ഡേറ്റ് 31 ആ രീതിയിൽ എടുത്താൽ മതി. സോ നമ്മൾ എന്താണ് പറഞ്ഞത്, ഡൊമസ്റ്റിക് ടെറിട്ടറി പറഞ്ഞു, ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞു അല്ലേ. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ എന്താണ്, മണി വാല്യൂ, പണമൂല്യം എന്ന് പറയും അല്ലേ. സോ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, GDP. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പണമൂല്യം എത്രയാണോ അതാണ് ആ ഒരു രാജ്യത്തിൻ്റെ GDP എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്താണ്, ഡൊമസ്റ്റിക് ടെറിട്ടറി ഇതേ ഞാനിവിടെ മാർക്ക് ചെയ്തതാണല്ലേ. ഈ ഒരു ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങൾ എന്ന് പറയാം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. എന്താണ് ഫൈനൽ ഗുഡ്സും അതുപോലെ ഇന്റർമീഡിയറ്റ് ഗുഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ഞാൻ എപ്പോഴും എല്ലാ എക്സാമിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ കോഴ്സിലായാലും പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ മുട്ടയുടെയും ഓംലേറ്റിൻ്റെയും കഥ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളെന്താണ്, നിങ്ങളോട് വീട്ടിൽ നിന്ന് പറയാണ്, പോയിട്ടൊരു മുട്ട വാങ്ങിയിട്ടോ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് പറയാം അല്ലേ. നിങ്ങൾ കടയിൽ നേരെ ചെന്നിട്ട് എന്താണ്, നിങ്ങൾ കടയിൽ നേരെ ചെന്നിട്ട് കടക്കാരനോട് പറയുന്നു ഒരു മുട്ട വേണമെന്ന് പറയുന്നു. മുട്ട കടക്കാരൻ പറഞ്ഞു 5 രൂപയാണ് മുട്ട എന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താണ്, ആ ഒരു മുട്ട ഓംലേറ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കുന്നു. സോ ഇവിടെ എന്താണ്, ഇവിടെ മുട്ട എന്ന് പറയുന്നത് ഫൈനൽ ഗുഡാണ്. മുട്ട എന്ന് പറയുന്നത് ഫൈനൽ ഗുഡാണ്. ഇനി ഈ ഒരു മുട്ട പിന്നീട് എക്കണോമിക് ആക്ടിവിറ്റിയിൽ പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ 5 രൂപയുടെ മുട്ട വാങ്ങി, അതോടെ ആ ഒരു മുട്ടയുടെ പർപ്പസ് അല്ലെങ്കിൽ മുട്ടയുടെ എക്കണോമിയിലെ കോൺട്രിബ്യൂഷൻ അവിടെ തീർന്നു. ഇനി എന്താണ്, നേരെ മറിച്ച് നിങ്ങളെന്ന് പറയുന്നത് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. സോ നിങ്ങൾ എന്താണ്, നിങ്ങൾ കടയിൽ പോയിട്ട് പറയാണ്, കടക്കാരനോട് പറയണം ഒരു മുട്ട വേണമെന്ന് പറയണം. 5 രൂപയ്ക്ക് അദ്ദേഹം മുട്ട തരും അല്ലേ. ഈ മുട്ടയും വാങ്ങിയിട്ട് നിങ്ങൾ GST നിങ്ങളുടെ രജിസ്ട്രേഷനിലാണ് കൊണ്ടുപോകുന്നത്. ഈ മുട്ടയും വാങ്ങിയിട്ട് നിങ്ങൾ കടയിൽ ചെന്നിട്ട് എന്താണ്, ഒരു ഓംലേറ്റ് അടിക്കുകയാണ്. ആ ഒരു ഓംലേറ്റ് 10 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആക്ച്വലി മുട്ടയ്ക്ക് 5 രൂപ, ഓംലേറ്റ് എന്താണ് 10 രൂപയ്ക്ക് വിറ്റു. 15 രൂപയാണ് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ കൂട്ടി നോക്കിയാൽ വരേണ്ടിയിരുന്നത് അല്ലേ. ബട്ട് അതിന് പകരം നമ്മൾ എന്താണ്, ഈ 5 രൂപ അതുപോലെ തന്നെ എന്താണ് 5 രൂപ എക്സ്ട്രാ 5 രൂപയും കൂടെ വന്നിട്ട് ഇവിടെ 10 രൂപയാണ് അല്ലേ. കൺഫ്യൂഷൻ ആവണം, ചിലപ്പം പറയുമ്പോൾ ആ ഒരു വാല്യൂ അഡീഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ എന്താണ്, ഇവിടെ 5 രൂപയുടെ മുട്ടയല്ല ഫൈനൽ ഗുഡ്, അത് ഇന്റർമീഡിയറ്റ് ഗുഡ് മാത്രമാണ്. ആ മുട്ടയുടെ ആവശ്യം തീർന്നു ഇല്ല. ആ മുട്ട ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എന്താക്കണം, ഓംലേറ്റ് ആക്കണം. എത്ര രൂപയ്ക്കാണ് ഓംലേറ്റ് ആക്കുന്നത്? 10 രൂപയാണ്. സോ എക്കണോമിയിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 10 രൂപയാണ്. സോ ആദ്യം നമ്മൾ എന്താണ്, നമ്മൾ GST രജിസ്റ്റേർഡ് ഒന്നുമല്ല അല്ലെങ്കിൽ ആ രീതിയിലൊന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ കല്ലിൽ വെച്ചിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി, മുട്ടയുടെ പർപ്പസ് അവിടെ തീർന്നു. 5 രൂപ നമ്മുടെ ആ ഒരു GDP വാല്യൂയിലേക്ക് കാണിച്ചു അല്ലേ. ഇനി എന്താണ്, അതേ നമ്മൾ തന്നെ GST രജിസ്റ്റേർഡ് ഹോട്ടൽ ഉടമയാണ്, 5 രൂപയുടെ മുട്ട വാങ്ങി, മുട്ടയുടെ പർപ്പസ് അവിടെ തീർന്നോ? മുട്ട എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതെന്താണ്, അത് നമ്മുടെ ഷോപ്പിൽ 10 രൂപയ്ക്ക് ഓംലേറ്റ് ആയിട്ട് വിൽക്കുമ്പോൾ മാത്രമാണ് അത് ഫൈനൽ ഗുഡായിട്ട് മാറുന്നത്. സോ ഫൈനൽ ഗുഡിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എക്കണോമിയിൽ എന്താണ് ഫൈനൽ ഗുഡ് എന്ന രീതിയിൽ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും, അതാണ് ആ ഒരു രാജ്യത്തിൻ്റെ GDP. സെയിം കൺസെപ്റ്റ് തന്നെ നമ്മളൊരു സ്റ്റേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എടുത്താൽ അതെന്താണ്, സ്റ്റേറ്റ് GDP ആണല്ലേ. ഇത് ഇവിടെ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇത് ഇവിടെ വരുന്നത്. ഇതേ കാര്യം തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം എത്രയായിരിക്കും, അതാണ് GDP. ആ ഒരു സ്റ്റേറ്റ് GDP കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. പലപ്പോഴും GDP എന്ന് പറയുന്ന കാര്യം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ എക്കണോമീസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. GDP മുകളിലേക്ക് പോകുന്നു, ഇന്ത്യയുടെ GDP മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് എന്താണ്, ഓരോ രാജ്യങ്ങളുടെ ആ ഒരു വളർച്ചാ നിരക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ രാജ്യവും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിലും എത്രയും ബെറ്റർ ആയുള്ള രാജ്യം ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2 കലണ്ടർ ഇയറിൽ ഏപ്രിൽ 1 തൊട്ടിട്ട് മാർച്ച് 31 വരെ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റർമീഡിയറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ എഴുതരുത്, തെറ്റാണ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എന്താണ്, മണി വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന GDP എന്ന രീതിയിൽ
പറയുന്നത്. ക്ലിയർ ആണല്ലോ? ജി ഡി പി എന്ന് പറയുന്നതാണ് ലോകരാജ്യങ്ങൾ എക്കണോമീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ജി ഡി പി എപ്പോഴും എന്താണ്? ഒരു കൺസ്യൂമർ ഓറിയന്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ എടുക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റബ്ബറാണെന്ന് വിചാരിക്കുക. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റബ്ബറാണ്. ഒരു വർഷം എന്താണ് കേരളത്തിൽ 1000 കിലോ റബ്ബർ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്തെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 1000 കിലോ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. 1 കിലോ റബ്ബർ 50 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ റബ്ബർ മാത്രമാണെങ്കിൽ അതിൻ്റെ ജി ഡി പി എത്രയാണ്? 50,000 രൂപയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇത്തരത്തിലുള്ള റബ്ബർ മാത്രമാണോ? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 1000 കിലോ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 1 കിലോന് 50 രൂപ, ജി ഡി പി എത്രയാണ്? 50,000 രൂപയാണ് ജി ഡി പിയിൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. സോ റബ്ബർ കേരളത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു അന്തിമ സാധനം എന്ന രീതിയിൽ വന്ന സമയത്ത് മാർക്കറ്റിലേക്ക് ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ 50 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ 1000 കിലോ വിറ്റുണ്ടായിരുന്നു. സോ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മണി വാല്യൂ എത്രയാണ്? ആ റബ്ബറിൻ്റെ പണമൂല്യം എത്രയാണ്? 50,000 രൂപയാണല്ലേ? ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്, ഗ്രോസ് വാല്യൂ ആർഡർ അല്ലെങ്കിൽ GVA എന്ന് പറയും. ജി ഡി പിയും GVAയും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് ജി ഡി പി നമ്മൾ എന്താണ് പറഞ്ഞത്? ജി ഡി പി ഒരു കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു അല്ലേ? കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന സമയത്ത് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സും കാര്യങ്ങളൊക്കെ അവിടെ വരും അല്ലേ? ഇൻഡയറക്റ്റ് ടാക്സും കാര്യങ്ങളൊക്കെ അവിടെ വരും. എന്നാൽ GVA എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 3 സെക്ടേഴ്സ് ഉണ്ടല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഈ പ്രൈമറി സെക്ടറിൽ എത്ര പ്രൊഡക്ഷൻ നടന്നു, സെക്കൻഡറി സെക്ടറിൽ എത്ര പ്രൊഡക്ഷൻ നടന്നു, ടെറിഷറി സെക്ടറിൽ എത്ര പ്രൊഡക്ഷൻ നടന്നു എന്നതിൽ സെക്ടർ വൈസ് കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? GVA ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? സോ ജി ഡി പി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ജി ഡി പി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ബേസ്ഡ് അല്ലെങ്കിൽ കൺസ്യൂമർ ബേസ്ഡ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാം. എന്നാൽ GVA എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസർ ബേസ്ഡ് ഇൻഡെക്സ് ആണല്ലേ? സെയിം കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് GVA ആയാലും GDP ആയാലും വരുന്നത് അല്ലേ? ബട്ട് GVA എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു GVA എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂലും GDP എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂലാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ GVA നമ്മളോട് ചോദിക്കാറുണ്ട്, GVA GDP വെച്ചിട്ട് എങ്ങനെ കാണാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. GDP നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലേ? പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഒരു സാധനം നിർമ്മിക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് നൽകാറുണ്ട്? സബ്സിഡീസ് നൽകാറുണ്ട് അല്ലേ? സബ്സിഡീസ് നൽകാറുണ്ട്. നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസർ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് വരത്തില്ല? ഇൻഡയറക്റ്റ് ടാക്സ് വരത്തില്ല അല്ലേ? അതായത് GDP എന്ന് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്തിട്ട് സബ്സിഡീസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? GVA കിട്ടും അല്ലേ? അല്ലെങ്കിൽ GDPയും GVAയും തമ്മിലുള്ള ബന്ധം ചോദിക്കാറുണ്ട്. തിരിച്ചെഴുതിയാൽ മതി. GDP ഈക്വൽ ടു GVA മൈനസ് സബ്സിഡീസ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും അല്ലേ? കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. GDPയും GVAയും നമ്മുടെ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ്. സോ GDP കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. അത് എവിടെയാണ് നമ്മൾ നോക്കുന്നത്? ഒരു കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂലാണ് നോക്കുന്നത് അല്ലേ? എന്നാൽ ഇതേ സാധനം നമ്മൾ സെക്ടർ വൈസ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇൻക്ലൂഡിങ് സബ്സിഡീസ് എക്സ്ക്ലൂഡിങ് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് GVA ആയിട്ട് മാറും. സോ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നതിൽ പലപ്പോഴും ഞാൻ GDP GVA എന്നൊക്കെ പറയും. സോ ആ ഒരു കാര്യങ്ങൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. പരീക്ഷയ്ക്ക് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ GVAയും GDPയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ അങ്ങനെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക? ഗ്രോസ് വാല്യൂ ആഡഡ് GVA ഈക്വൽ ടു GDP. ഇവിടെ എന്ത് മൈനസ് ചെയ്യണം? നമ്മൾ പറഞ്ഞ GVA വരുമ്പം ഒരിക്കലും എന്ത് വരത്തില്ല? ഇൻഡയറക്റ്റ് ടാക്സസ് അവിടെ വരത്തില്ല. പിന്നെ എന്താണ് വരിക? അവിടെ നമുക്ക് സബ്സിഡീസ് ആണ് വരുന്നത് അല്ലേ? ഇത് തിരിച്ച് നമുക്ക് എഴുതാലോ. ഇത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്? GDP ഈക്വൽ ടു GVA. അവിടെ എന്താണ്? സബ്സിഡീസ്, ഇനീഷ്യലി കൊടുത്ത സബ്സിഡീസ് മൈനസ് ചെയ്യണം, ഇൻഡയറക്റ്റ് ടാക്സസ് ആഡ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ ഇതിനെ ചേർത്ത് നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന രീതിയിലും പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ല. ഈ ഒരു കൺസെപ്റ്റ് പറയാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഈ കൺസെപ്റ്റിൽ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് എക്കണോമിക് റിവ്യൂ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പറയുന്ന ടേമാണ്. സോ ഈ ടേം ലിങ്ക് ചെയ്തിട്ട് 1 മാർക്കിൻ്റെ ചോദ്യം വരാം. നമുക്ക് എന്തായാലും 15 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. സിലബസിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ GVA ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കി പോകാനും പറ്റത്തില്ല. സോ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ് GDP or ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ total value of all goods and service produced within the state's border during a specific time. Okay, ഇവിടെ എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി.
ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം നിങ്ങൾ. സ്റ്റേറ്റ് ജി ഡി പി ഓർ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് എന്താണ്? ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസർ വിത്തിൻ ദ സ്റ്റേറ്റ്സ് ബോർഡർ അല്ലേ, ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതെന്താണ്? ഒരു വർഷത്തെ ഏപ്രിൽ 1 തൊട്ടിട്ട് നെക്സ്റ്റ് വർഷത്തെ മാർച്ച് 31 വരെ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അതായത് കേരളം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു വാല്യൂ 1000 കിലോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് 1 കിലോന് എത്രയാണ്? 50 രൂപയാണെങ്കിൽ 50,000 ആയിരിക്കും ജി ഡി പി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റിന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് ഈസ് ഈക്വാലന്റ് ടു എ സ്റ്റേറ്റ് ഇൻകം. എന്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം 1000 കിലോ റബ്ബർ അല്ലെങ്കിൽ 500 കിലോ നെല്ല് അല്ലെങ്കിൽ 300 കിലോ കുരുമുളക് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. സോ ഇതൊക്കെ നമ്മൾ എന്താണ് ഇൻറ്റു 1 കിലോന് എത്രയാണ് വില എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതായിരിക്കും കേരളത്തിൻ്റെ വരുമാനം അല്ലേ. സോ അത് തന്നെയാണ് എന്താണ് കേരളത്തിൻ്റെ ജി ഡി പി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ഇൻ മോണിറ്ററി ടേം, പണമൂല്യത്തിലാണ്. ആൻഡ് ഈസ് ഈക്വാലന്റ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻകം. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഇൻകം എങ്ങനെ നമുക്ക് കാണാം? കേരളത്തിൻ്റെ ജി ഡി പി നോക്കിയാൽ മതി അല്ലേ. ജി ഡി പിയിൽ എത്ര വളർച്ചയുണ്ട്? അത് തന്നെയാണ് കേരളത്തിൻ്റെ വരുമാനത്തിലുള്ള വളർച്ച. ജി ഡി പിയിൽ എത്ര ഇടിവുണ്ട്? അത് തന്നെയാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ വന്ന ഇടിവ്. സോ ജി എസ് ഡി പി ഈസ് എ കൗണ്ടർ പാർട്ട് ഓഫ് ദ നാഷണൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ രാജ്യത്തിന് ജി ഡി പി എങ്ങനെയാണോ അത് തന്നെയാണ് ഒരു സംസ്ഥാനത്തിനും എന്താണ് സ്റ്റേറ്റ് ജി ഡി പി എന്ന രീതിയിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് അവിടെ. എന്താണ് രാജ്യത്തിൻ്റെ ജി ഡി പി നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തി ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ജി ഡി പി നോക്കുമ്പോൾ അതത് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര അതിർത്തി എന്താണോ അവിടെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ജി ഡി പിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം എന്ന് പറഞ്ഞു അല്ലേ. സോ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഇന്ത്യക്കാർ മാത്രമാണോ പണി ചെയ്യുക, ജോലി ചെയ്യുക? അല്ല, ചിലപ്പോൾ ഒരു അമേരിക്കക്കാരൻ വന്ന് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു റഷ്യക്കാരൻ അല്ലെങ്കിൽ ഗൾഫുകാരൻ വന്ന് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. സോ അവരുടെയൊക്കെ വരുമാനം വരും. കാരണം എന്താണ്? അവരൊക്കെ ജോലി ചെയ്യുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ്. പിന്നെ ആരുടെ വരുമാനം വരത്തില്ല? ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒന്നുകിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന നിങ്ങളൊരു ബന്ധു അല്ലേ, അല്ലെങ്കിൽ എന്താണ് മറ്റ് രാജ്യങ്ങൾ കാനഡ, ജർമ്മനി എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്ന ബന്ധുക്കളുണ്ടാവും. സോ അവരുടെ വരുമാനം എന്തിൽ വരത്തില്ല? അവരുടെ വരുമാനം ഒരിക്കലും ജി ഡി പിയിൽ വരത്തില്ല. കാരണം അവർ ജോലി ചെയ്യുന്നത് ആഭ്യന്തര അതിർത്തിക്കുള്ളിലല്ല. അവർ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത്, സപ്പോസ് അവർ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവരുടെ വരുമാനം എന്താണ്? അമേരിക്കയുടെ ജി ഡി പിക്കുള്ളിൽ വരും. ഇന്ത്യയുടെ പിന്നെ എന്തിൻ്റെ ഉള്ളിലാണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഇന്ത്യയുടെ ജി എൻ പിക്കുള്ളിലാണ് വരിക അല്ലേ. ഇന്ത്യയുടെ ജി എൻ പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ വരുമാനം ഇന്ത്യയുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ, അതിപ്പം ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായാലും വിദേശ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായാലും അവരെത്ര സമ്പാദിക്കുന്നുണ്ടോ അത് ജി എൻ പിയിൽ കാണിക്കും അല്ലേ. ജി ഡി പിയിൽ എന്തുമാത്രമാണ്? ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മാത്രമാണ്. അത് ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യാം, മറ്റു രാജ്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യാം. സോ അതൊക്കെ ജി ഡി പിയിൽ വരും. ജി എൻ പിയിൽ എന്തുമാത്രമാണ്? മൊത്തത്തിൽ ഇന്ത്യക്കാരെ എടുക്കും അല്ലേ. ജി എൻ പി മൊത്തത്തിൽ ഇന്ത്യക്കാരാണ് നോക്കുന്നത്. സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ NNP എറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത്. നാഷണൽ ഇൻകം നമുക്ക് സിലബസ് തന്നിട്ടില്ല, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഞാനിവിടെ പറഞ്ഞ കാര്യം ജി ഡി പി എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ജി ഡി പി എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിൽ എത്ര വരുമാനമുണ്ട് അത് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ ജി ഡി പി. നമ്മുടെ ദേശീയ ലെവലിൽ നാഷണൽ ലെവലിൽ ആ ജി ഡി പി എന്താണോ അത് തന്നെയാണ് സ്റ്റേറ്റ് ലെവലിലും ആ ഒരു സ്റ്റേറ്റ് ജി ഡി പി വരുന്നത്. വൈൽ ജി ഡി പി പ്രൊവൈഡ്സ് എ ജനറൽ എസ്റ്റിമേറ്റ് ഓഫ് കൺട്രീസ് ഔട്ട്പുട്ട്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്രൊവൈഡ്സ് മോർ ഡീറ്റെയിൽ എക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റേറ്റ് ജി ഡി പി. നമുക്ക് മൊത്തത്തിൽ നാഷണൽ ജി ഡി പി ആ രാജ്യത്തിൻ്റെ എക്കണോമിക് കണ്ടീഷൻ തരുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ജി ഡി പി എന്താണ്? അതത് സംസ്ഥാനങ്ങളുടെ, ഇപ്പം നമ്മൾ കേരളത്തിൻ്റെയാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് കേരള എക്കണോമിയാണ് പഠിക്കാനുള്ളത് അല്ലേ. സോ കേരളത്തിൻ്റെ ജി ഡി പി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ വരുമാനമാണ് അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജി എസ് ഡി പി ഇസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ വാല്യൂ ആഡഡ് ബൈ ഓൾ ഇൻഡസ്ട്രീസ് വിത്തിൻ എ സ്റ്റേറ്റ്. നമ്മുടെ ഇന്ത്യയിൽ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ആണല്ലോ നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റിൽ എത്ര പ്രൊഡക്ഷൻ നടന്നിട്ട് അത് പണമൂല്യമായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1000 കിലോ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്തു. 1 കിലോ റബ്ബർ ആവറേജ് നമ്മൾ 50 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ 50,000 രൂപയാണ് കേരളത്തിൻ്റെ വരുമാനം. അതാണ് കേരളത്തിൻ്റെ ജി ഡി പി എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അതവിടെ നിന്ന് ഓർത്തേക്കണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടർ ഇൻകം ഏൺ ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആസ് വെൽ ആസ് ടാക്സസ് ലൈക്ക് ഫെഡറൽ എക്സൈസ്, സെയിൽസ് ആൻഡ് പ്രോപ്പർട്ടി. ജി ഡി പിയിലെ പ്രത്യേകത എന്താണ്? ജി ഡി പിയിൽ എല്ലാ ടാക്സും കാര്യങ്ങളും വരും അല്ലേ. ജി ഡി പി ടാക്സും കാര്യങ്ങളും വരാനുള്ള കാര്യം എന്താണ്? ജി ഡി പി എപ്പോഴും ഒരു കൺസ്യൂമർ ബേസ് ചെയ്തിട്ടാണ് ജി ഡി പി നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, GDP കൺസപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും, ഫെഡറൽ എക്സൈസ്, സെയിൽസ്, പ്രോപ്പർട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ആ ടാക്സ് ഒക്കെ അതിൽ വരും. ബട്ട് എന്താണ് സബ്സിഡീസ് പോലുള്ള കാര്യങ്ങൾ വരത്തില്ല. പിന്നെ സബ്സിഡീസ് എവിടെ വരും? അത് GVA അഥവാ ഗ്രോസ് വാല്യൂ ആഡഡിൽ വരും അല്ലേ. അവിടെ എന്ത് വരും? ഗ്രോസ് വാല്യൂ ആഡഡിൽ ആ സബ്സിഡീസ് വരും, ബട്ട് ഇൻഡയറക്റ്റ് ടാക്സസ് വരത്തില്ല. ഞാൻ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നു, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓർ സ്റ്റേറ്റ് ഇൻകം, അതിനെ നമുക്ക് മറ്റൊരു പേര് കൂടെ വിളിക്കാമല്ലേ, സ്റ്റേറ്റ് ഇൻകം തന്നെയാണ്. ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ സ്റ്റേറ്റ്. പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ച ചോദ്യമായിരുന്നു. ചോദ്യം മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ലോകരാജ്യങ്ങളിലെ എക്കണോമീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ടൂൾ ഏതാണ്? ഞാൻ നേരത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ അറിയില്ല. ഇൻഡിക്കേറ്ററാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഇൻഡെക്സ് എന്നൊക്കെ ആയിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല. ഇൻഡിക്കേറ്ററാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ നിന്ന് തിരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ എന്താണ്? ലോകരാജ്യങ്ങളുടെ എക്കണോമീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ടൂൾ ഏതാണെന്ന് ചോദിച്ചിട്ട് GNP, GDP അതുപോലെ ഓപ്ഷനിലുണ്ടായിരുന്നു. സോ ലോകരാജ്യങ്ങളുടെ എക്കണോമീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആ രാജ്യം അതത് രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ റെഡ്യൂസ് ചെയ്യുന്നതാണ് ആ രാജ്യത്തിൻ്റെ എന്താണ് വരുമാനം എന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇത് ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണ് 4 മെമ്പേഴ്സ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങളുടെ അച്ഛന് മാസം ഒരു 25,000 രൂപ വരുമാനമുണ്ട്, അമ്മയ്ക്കൊരു 30,000 രൂപ വരുമാനമുണ്ട്, നിങ്ങൾക്കൊരു 15,000 രൂപ വരുമാനമുണ്ട്. നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽ അനിയത്തിക്ക് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എത്രയാണ്? 25, 30, 40, 70,000 രൂപ മൊത്തത്തിൽ വീട്ടിലെ വരുമാനം പറയാമല്ലേ. സോ വീട്ടിൻ്റെ ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നതാണ് 70,000 രൂപയാണ്. നിങ്ങളൊരു സുഹൃത്ത് അല്ലെങ്കിൽ ആരെങ്കിലും താമസിക്കാൻ വേണ്ടി വരികയാണ്. ആ സുഹൃത്ത് ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ആ സുഹൃത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ആ സുഹൃത്തിൻ്റെ വരുമാനം നിങ്ങളുടെ വീട്ടിൻ്റെ ആഭ്യന്തര വരുമാനമായിട്ട് കാണുമോ? ഇല്ല, ഒരിക്കലും നിങ്ങൾ കാണത്തില്ല അല്ലേ. നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. കാരണം എന്താണ്? ആ ഒരു വ്യക്തി ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകും അല്ലേ. ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിലെ വരുമാനമായിട്ട് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ആ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചാൽ മതി. ഞാൻ നേരത്തെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ പറയേണ്ട എക്സാമ്പിൾ ആയിരുന്നു. സോ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? എക്കണോമിക് ഗ്രോത്ത്, സംസ്ഥാനങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത്. ഇപ്പം കേരളത്തിൻ്റെ GDP വളരെ വലുതാണ്, കൂടുതലാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സമ്പന്നമായുള്ള സ്റ്റേറ്റ് കേരളമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇത്തരത്തിൽ എന്താണ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് GDP നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ സ്റ്റേറ്റ്. കേരളത്തിൻ്റെ GDP കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ഇത്ര ശതമാനം കൂടി എന്ന് പറയുമ്പോൾ അത്രയും നേട്ടം കേരളത്തിൻ്റെ വരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദീസ് estimates of the economy over a period of time reveal the extent and direction of the changes in the levels of economic development. അതായത് സംസ്ഥാനങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ള ആ ചേഞ്ചസ് നമുക്ക് ആ സ്റ്റേറ്റിൻ്റെ GSDP അല്ലെങ്കിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വെച്ചിട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ കേരളത്തിന് ഇപ്പം 2023 കേരളത്തിൻ്റെ GDP എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ 2024 എത്തിയ സമയത്ത് അത് 5% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനത്തിൽ 5% വർധനവ് വന്നു എന്നാണ് അർത്ഥം അല്ലേ. ഇനി എന്താണ്? അവിടെ 5% ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനത്തിൽ 5% ഇടിവ് വന്നു എന്നാണ് അർത്ഥം. അതൊക്കെ നമ്പേഴ്സ് നമുക്ക് അങ്ങോട്ട് നോക്കാനുണ്ട്. ആ നമ്പേഴ്സ് ഞാൻ എക്കണോമിക് റിവ്യൂ ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് പ്രകാരമാണ് എടുത്തത്. 2023 റിപ്പോർട്ട് 2024 ജനുവരി മാസം എന്ന് പറഞ്ഞിട്ട് അവർ പബ്ലിഷ് ചെയ്തത്. ആ സമയത്ത് ഫെബ്രുവരി മാസം ബഡ്ജറ്റൊക്കെ വന്ന സമയത്താണ് പബ്ലിഷ് ചെയ്തത്. സോ ഇനി എന്താണ് 2025 ഫെബ്രുവരി മാസം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ 2025 ജനുവരി മാസം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുവിടും. നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് അവർ പുറത്ത് വിട്ടാൽ അതിൻ്റെ ഡാറ്റാസ് എടുക്കാനുണ്ട്. അത് ഞാൻ കറണ്ട് അഫെയർ ഒക്കെ ലിങ്ക് ചെയ്തിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻപുള്ള ഡാറ്റയാണ് 2024 ജനുവരി 1 പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ആ കറണ്ട് അഫെയർ ലിങ്ക് ചെയ്യുന്ന ഫാക്റ്റ് നമുക്ക് അവിടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നോക്കാം. സോ സ്റ്റേറ്റിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സംസ്ഥാനങ്ങളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. കേരളത്തിൻ്റെ GDP ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനം കൂടുതൽ എന്നാണ് അർത്ഥം. The state domestic product is classified under 3 broader sectors such as primary sector, secondary sector and tertiary sector and is compared economic activity wise as per the methodology prescribed by the National Account Division, National Statistics Office, Ministry of Statistics and Program Implementation, Government of India. അതായത് നമ്മുടെ GDP എന്താണ്? GDPയിലെ എന്ത് കാര്യമായിക്കോട്ടെ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് 3 സെക്ടേഴ്സാണ് വരുന്നത് അല്ലേ. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അഗ്രികൾച്ചർ, അതുപോലെ തന്നെ അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ സർവീസ് ആക്ടിവിറ്റീസ് ആണല്ലേ. സോ ഈ 3 സെക്ടറിൽ കേരളത്തിൻ്റെ വരുമാനങ്ങൾ പ്രധാനമായിട്ട് വരുന്ന തൊഴിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട്. അതിന് റീസെൻ്റായിട്ട് വന്നല്ല, കുറച്ച് പഴക്കമുള്ള റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ടിൽ
ഡാറ്റാസ് ഞാൻ എടുത്തില്ല, കണക്കുകൾ ഞാൻ എടുത്തിട്ടില്ല. അല്ലാതെ ആ റിപ്പോർട്ട് പറയുന്നുണ്ട് കേരളത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ ജോലികൾ കേരളത്തിന് പ്രധാനമായിട്ട് വരുമാനം നൽകുന്നുണ്ട്, സെക്കൻഡറി സെക്ടർ കേരളത്തിന് എന്തൊക്കെ ജോലികൾ പ്രധാനമായിട്ട് വരുമാനം നൽകുന്നുണ്ട്, ടെറിഷറി സെക്ടറിൽ കേരളത്തിന് എന്തൊക്കെ ജോലികൾ പ്രധാനമായിട്ട് വരുമാനം നൽകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ആ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ജോലികൾ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ജോലികൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ആ സംസ്ഥാനത്തിൻ്റെ വരുമാനം, നമ്മൾ നേരത്തെ റബ്ബർ പറഞ്ഞതുപോലെ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വരുമാനം, ഇനി സെക്കൻഡറി സെക്ടറിൽ ആ ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി സെക്ടറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. ഇനി എന്താണ് ആ ഒരു സംസ്ഥാനത്ത് IT കാര്യങ്ങൾ ടെറിഷറി സെക്ടർ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ടെറിഷറി സെക്ടർ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അല്ലേ. നാഷണൽ അക്കൗണ്ട് ഡിവിഷനും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെയാണ് ഈ ഒരു ഡാറ്റാസ് സംസ്ഥാനങ്ങൾ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ടൊക്കെ പുറത്തുവിടുന്നത്. അങ്ങനെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാനുണ്ട്. In 2015, NSO introduced a new series of national account statistics with the base year 2011-12, replacing the previous series with the 2004-5. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ ഇനി അങ്ങോട്ട് നമ്പേഴ്സ് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്, അതുപോലെ GDP അറ്റ് കറണ്ട് പ്രൈസ്. എന്താണ് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്, കറണ്ട് പ്രൈസ് എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാതെ വരും അല്ലേ. സോ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മുട്ട തന്നെ എടുക്കാം അല്ലേ. മുട്ടയ്ക്ക് എന്താണ് 2025, ഇപ്പം 2025 2025 ജനുവരി 1-ാം തീയതി മുട്ടയ്ക്ക് 5 രൂപ. ജനുവരി 3-ാം തീയതി എത്തിയപ്പോൾ മുട്ടയ്ക്ക് 5 രൂപ 25 പൈസ. ജനുവരി 4-ാം തീയതി എപ്പോൾ മുട്ടയ്ക്ക് 4 രൂപ 75 പൈസ. ജനുവരി 5-ാം തീയതി എത്തിയപ്പോൾ മുട്ടയ്ക്ക് 5 രൂപ 50 പൈസ. ജനുവരി 6-ാം തീയതി എത്തിയപ്പോൾ മുട്ടയ്ക്ക് 6 രൂപ. ഇങ്ങനെ മാറി വരുന്നല്ലേ. സോ ഇവിടെ എന്താണ് ഈ പണം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് മുട്ടയുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ് ഇങ്ങനെ മാറി വരുന്നല്ലേ. സോ ഇതെന്താണ് ഇൻഫ്ലേഷൻ്റെ ഇഷ്യൂസ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണപ്പെരുക്കും ആ ഒരു കാര്യങ്ങളാണ് അല്ലേ. പണപ്പെരുപ്പാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പാണ്. സോ ഇത്തരത്തിൽ എന്താണ് കൂടി വരാം, കുറഞ്ഞു വന്ന ഡിഫ്ലേഷൻ എന്ന് പറയും. സോ ഈ ഒരു ഇഷ്യൂസ് എക്കണോമിക് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നല്ലേ. സോ ഇങ്ങനെ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്താണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെന്താണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ പോകും അല്ലേ. നമ്മൾ പറയുമ്പോൾ എന്താണ് ഇന്ന ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ബട്ട് നമ്മൾ അതിന് പകരം ഒരു ബേസ് ഇയർ നമ്മൾ എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം 2011 എടുക്കുന്നു. 2011 2012 മുട്ടയ്ക്ക് 2 രൂപയായിരുന്നു. അതിൽ മാറ്റം വരത്തില്ല അല്ലേ. മുട്ടയുടെ ആ ഒരു കാലയളവിൽ ആവറേജ് പൈസ 2 രൂപയാണ്. ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയാറില്ലേ 2020 ഒരു പവൻ സ്വർണ്ണത്തിന് 15,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് 2010 ഉണ്ടായിരുന്നെന്ന് പറയല്ലേ. അത് വെച്ച് നമ്മൾ പറയാറില്ലേ സെയിം കൺസെപ്റ്റ് തന്നെ. അത് എന്താണ് ഒരു ബേസ് ഇയർ വരുന്നു. സോ അവിടെ എന്താണ് അവിടെ കൃത്യമായിട്ട് ആ ഒരു കാലയളവിൽ നമുക്ക് 2 രൂപയാണ് മുട്ടയ്ക്ക്. സോ ഇനി 2025 നമുക്ക് സിമ്പിളായിട്ട് കമ്പയർ ചെയ്തുകൂടെ. അവിടെ ഇനി മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. ബേസ് ഇയർ നമ്മൾ ഫിക്സ് ചെയ്തു അല്ലേ. പിന്നെ ഈ ഒരു ബേസ് ഇയർ എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് ഇയർ എടുക്കുമ്പോൾ റിസഷൻ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ വന്ന ഇയർ ഒരിക്കലും എടുക്കാൻ വേണ്ടി പാടില്ല. ബേസ് ഇയർ എടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഇയേഴ്സ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഏതെങ്കിലും രീതിയിൽ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ എക്കണോമിക് ക്രൈസിസ് വന്ന വർഷങ്ങളൊന്നും ഒരിക്കലും ഈ ബേസ് ഇയർ ആയിട്ട് എടുക്കരുത്. 2011-12 അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഇഷ്യൂ ഉള്ള വർഷമൊന്നുമല്ല. അതുകൊണ്ടെന്നാണ് 2011-12 നിലവിൽ നമ്മൾ ഏത് രീതിയിൽ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഇയർ അല്ലേ. കറണ്ട് പ്രൈസ് എന്താണ് ഇൻഫ്ലേഷൻ കറക്റ്റഡ് അല്ല, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ല, വാല്യൂസ് ഇങ്ങനെ മാറി വരും. സോ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ബേസ് ഇയർ ഏതാണെന്ന് ചോദ്യം വന്നാൽ 2011-12 നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുൻപ് 2004-2005 ആയിരുന്നു നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഉപയോഗിച്ചത്. സോ അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി റീസെൻ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട്, ഞാൻ ഈ പറഞ്ഞ ബേസ് ഇയർ ആ ഒരു കോൺസ്റ്റന്റ് പ്രൈസ് ഒക്കെ അങ്ങോട്ട് വരും. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത്. ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാനുണ്ട്. 2024 സെപ്റ്റംബർ മാസത്തിൽ വന്ന റിപ്പോർട്ടാണ് റിലേറ്റീവ് എക്കണോമിക് പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് 1960-61 to 2023-24. Paper has been released by the Economic Advisory Council to Prime Minister in September 2024. EAC-PM അല്ലെങ്കിൽ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ എന്താണ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 40-50 വർഷങ്ങളുടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ. എന്താണ് സംസ്ഥാനങ്ങളുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എക്കണോമിക് പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് 2 മാനദണ്ഡമാണ് അവർ ഉപയോഗിച്ചത്. ഒന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ GDP ഷെയർ. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ടോട്ടൽ നാഷണൽ GDPയിൽ ഓരോ സംസ്ഥാനവും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത് റിലേറ്റീവ് പെർ ക്യാപിറ്റ ഇൻകം. ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോരോ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം എന്ന് പറയും. അത് നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നോക്കാനുണ്ട്. അത് ഓരോ സംസ്ഥാനങ്ങളുടെയും
എന്താണ് അവസ്ഥ എന്ന് നോക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് അങ്ങ് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ പേരൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇറ്റ് എക്സാമിൻസ് ദ റിലേറ്റീവ് എക്കണോമിക് പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഓവർ ദ പാസ്റ്റ് 6.5 ഡെക്കേഡ്സ്, കഴിഞ്ഞ 65 വർഷങ്ങളായിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ, അത് രണ്ട് കാര്യങ്ങൾ മാനദണ്ഡമാക്കി. ഒന്ന്, ഷെയർ ഇൻ ഇന്ത്യസ് GDP, ഇന്ത്യയുടെ GDPയിലെ ഓരോരോ സംസ്ഥാനങ്ങളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്. രണ്ടാമത്തത് റിലേറ്റീവ് പെർ ക്യാപിറ്റ ഇൻകം, ഓരോ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റീവ് പെർ ക്യാപിറ്റ ഇൻകം. ദ സ്റ്റേറ്റ്സ് ഷെയർ ഇൻ ഇന്ത്യസ് GDP is calculated by dividing the gross domestic product of the state by sum of GSDP of ഓൾ സ്റ്റേറ്റ്. ഈ പറയുന്ന ഓരോരോ സംസ്ഥാനങ്ങളുടെ ഷെയർ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം കേരളത്തിൻ്റെ ആ ഒരു GDP എമൗണ്ട് നമ്മൾ നോക്കുമ്പം ഏതാണ്ട് ഒരു 10 ലക്ഷം കോടി രൂപ എന്ന രീതിയിൽ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി എന്താണ് ഇന്ത്യ മൊത്തം നമ്മൾ ഈ ഒരു GDP കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അതൊരു 200 ലക്ഷം കോടി രൂപ എന്ന രീതിയിൽ വിചാരിക്കാം. സോ എന്താണ് 10/200 ഇൻറ്റു 100 നമ്മൾ എടുക്കും അല്ലേ, അവിടെ എത്രയാണ് 1/2 ആ രീതിയിലൊരു എമൗണ്ട് വരില്ലേ. എത്രയാണെന്ന് വെച്ചാൽ അത്ര ശതമാനമാണ്. ഇപ്പോൾ 20% ആണെങ്കിൽ അല്ലെങ്കിൽ 10% ആണെങ്കിൽ അതായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ 5% ആണ് ഇത് വരിക അല്ലേ. 5% ആണ് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതുപോലെ ഓരോരോ സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കിയിട്ട് GDP ഷെയർസ് നോക്കും അല്ലേ. ദ സ്റ്റേറ്റ്സ് ഷെയർ ഇൻ ഇന്ത്യസ് GDP കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ വിഹിതം. കേരളത്തിന് ഇൻകം, കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇൻകം ആണല്ലേ, ഓഫ് സ്റ്റേറ്റ് ബൈ സം ഓഫ് ഓൾ GSDP ഓഫ് ഓൾ സ്റ്റേറ്റ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഇതുപോലുള്ള GSDP ഉണ്ടാവുമല്ലോ, കേരളത്തിൻ്റെ, തമിഴ്നാടുവിൻ്റെ, ആന്ധ്രാപ്രദേശിൻ്റെ, UPയുടെ, മധ്യപ്രദേശിൻ്റെ, ഇതൊക്കെ കൂട്ടിയിട്ട് എന്താണ് ഓരോ സംസ്ഥാനങ്ങളിലെ ആ ഒരു കാര്യം രണ്ടിനെ റേഷ്യോ എടുക്കുക. കേരളത്തിൻ്റെ GSDP ഡിവൈഡ് ബൈ ഓൾ സംസ്ഥാനങ്ങളുടെ GSDP. എന്നിട്ട് അതെത്ര ശതമാനമാണോ അതാണ് ഇന്ത്യയുടെ ടോട്ടൽ GDPയിൽ അതത് സംസ്ഥാനങ്ങളുടെ കോൺട്രിബ്യൂഷൻ. നമുക്ക് നോക്കാനുള്ളത് കേരളത്തിൻ്റെ ഷെയർ ആണ്. The data is taken from the Ministry of Statistics and Program Implementation. ഈ ഒരു ഡാറ്റാസ് റിലേറ്റീവ് എക്കണോമിക് പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് 1960-61 to 2023-24 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഡാറ്റ എവിടുന്നാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ ഡാറ്റയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, before 1991, southern states did not show exceptional performance. However, since the economic liberalization of 1991, southern states have emerged as leading performers. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു ഷെയർ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കേരള, അതുപോലെ തന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, ഈ ഒരു 4 സംസ്ഥാനങ്ങൾ, 4 സദേൺ സ്റ്റേറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ GDP എത്രയാണ്? അതിൻ്റെ 30% ഈ 4 സദേൺ സ്റ്റേറ്റ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആലോചിച്ചേക്കണം, 1991 ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ LPG അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വരുന്ന ആ ഒരു കാലയളവ് വരെ ചിത്രത്ത് പോലും ഇല്ലാത്ത സദേൺ സ്റ്റേറ്റ്സ് എന്താണ് ഇന്ന് നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ GDP ഷെയറിൻ്റെ 30% വഹിക്കുന്നു. അതായത് ഈ 4 സംസ്ഥാനങ്ങൾ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 1/3 ഓഫ് ഇന്ത്യയുടെ GDP എന്താണ് ഇടിഞ്ഞു എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ 1/3 വഹിക്കുന്നത് ഈ 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ബിഫോർ 1991, southern states did not show exceptional performance. However, since the economic liberalization of 1991, southern states have emerged as a leading performers. 2024 എന്താണ് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരള, തമിഴ്നാട്. ഓക്കെ, 5 സ്റ്റേറ്റ്സ്, 4 അല്ല, തമിഴ്നാട് കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ടുഗദർ അക്കൗണ്ടഡ് ഫോർ അപ്രോക്സിമേറ്റ്ലി 30% ഓഫ് ഇന്ത്യസ് GDP. ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ 30% ആരൊക്കെ എന്ന് വെച്ചാൽ ഈ 5 സദേൺ സ്റ്റേറ്റ്സ് ആണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരള, തമിഴ്നാട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 70% മാത്രമാണല്ലേ. വെറും ഈ ഒരു 5 സംസ്ഥാനങ്ങൾ 30%. ഈ 5 സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞാൽ ഇന്ത്യയുടെ GDP കുറയും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇൻ അഡീഷൻ, പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് ഓൾ സദേൺ സ്റ്റേറ്റ്സ് ബിക്കം ഹയർ ദാൻ ദ നാഷണൽ ആവറേജ് ആഫ്റ്റർ 1991. അതായത് പ്രതിശീർഷ വരുമാനം, ഒരു സംസ്ഥാനത്തിലെ ആളോഹരി വരുമാനം എന്താണ് 1991 ശേഷം എന്താണ് നാഷണൽ ആവറേജിനേക്കാളും കൂടുതലായിട്ടും വന്നിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇത് നമ്മൾ ബേസിക് ആയുള്ള ഒരു ഹിസ്റ്ററി ആ ഒരു രീതിയിൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആഫ്റ്റർ എ ഇയർ ഓഫ് സ്റ്റീപ്പ് റിക്കവറി ഫ്രം ദ COVID-19 സ്ലോ ഡൗൺ ഇൻ 2021-22, Kerala experienced steady growth in 2022-23 despite financial constraints and adversities. അതായത് കേരളം മാത്രമല്ല, ഏത് ഇന്ത്യൻ സംസ്ഥാനം, ഏത് ലോകരാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ COVID-19 ഒന്ന് കരകയറി വരാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ കേരളത്തിനുണ്ടായിരുന്നു.
കേരളത്തിൻ്റെ 2021-22 ആ ഒരു ജി ഡി പി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറവായിരുന്നു നമ്മുടെ ആ ഒരു ജി ഡി പി ഒക്കെ. നമ്മുടെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും അവസ്ഥ തന്നെയാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ പല സംസ്ഥാനങ്ങൾ കയറിപ്പോയിട്ടുണ്ട്. എങ്കിലും കേരളത്തിൻ്റെ വളരെ കുറവായിരുന്നു. കേരളസ് എക്കണോമി പോസ്റ്റഡ് പോസിറ്റീവ് ഗ്രോത്ത് ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയർ 2022-23 വിത്ത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ക്ലോക്കിംഗ് 6.6% growth at constant prices according to the Economic Review 2023. അതായത് 2021-22 നമുക്ക് തിരിച്ചു വരെ വന്നത്. അത് 2020-21 നമ്മുടെ അവസ്ഥ വളരെ വളരെ ദയനീയമായിരുന്നു. അതുകൊണ്ട് 2021-22 തിരിച്ചു വന്നു. 2022-23 അതിശക്തമായിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇപ്പോൾ 23-24 നല്ല രീതിയിലുള്ള നേട്ടം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 2022-23 ആ ഒരു ജി ഡി പിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ വളർച്ച 6.6%. അത് നോട്ട് ചെയ്ത് വയ്ക്കണം. കേരളാസ് എക്കണോമി പോസ്റ്റഡ് പോസിറ്റീവ് ഗ്രോത്ത് ഫോർ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഇയർ 2022-23 വിത്ത് ജി ഡി പി ക്ലോക്കിംഗ് 6.6% ഗ്രോത്ത്. ജി ഡി പിയിൽ വന്ന 2021-22 കമ്പയർ ചെയ്യുമ്പം ജി ഡി പിയിലെ ഗ്രോത്ത് എത്രയാണ്? 6.6%. COVID-19 കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ഫേസിലാണെന്ന് വേണം ഓർക്കാൻ. ഇനിയാണ് നമ്പേഴ്സ് വരുന്നത്. ഈ നമ്പേഴ്സ് പ്രധാനപ്പെട്ട കുറച്ച് നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നമ്പേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഞാൻ കൂടുതൽ തന്നിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കേണ്ട എന്ന രീതിയിലാണ്. നമ്പേഴ്സ് അത്യാവശ്യമുള്ളതൊക്കെ കറണ്ട് അഫയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്പറും എല്ലാം കൊടുത്തിട്ട് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GSDP ഓഫ് കേരള ഫോർ 2024-25 അറ്റ് കറണ്ട് പ്രൈസ്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കറണ്ട് പ്രൈസ് എന്ന രീതിയിൽ. കറണ്ട് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമുക്കവിടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ല, ഇൻഫ്ലേഷൻ ഇഷ്യൂസ് വരും. ബേസ് ഇയർ ഇല്ല. ബേസ് ഇയർ വരണമെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രൈസ് ആയിരിക്കണം അല്ലേ. സോ കറണ്ട് പ്രൈസിൽ എന്താണ് നമ്മൾ ക്വിക്ക് എസ്റ്റിമേറ്റ് എന്ന രീതിയിൽ വന്ന വാല്യൂ ആണ് ദ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള 2024-25. ലേറ്റസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ കിട്ടും. എത്രയാണ്? 13.1 ലക്ഷം കോടിയാണ് അല്ലേ. 13,11,437 കോടി, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി 13.1 ലക്ഷം കോടിയാണെന്ന് പറയാം. അമൗണ്ടിങ് ഗ്രോത്ത് ഓഫ് 11.7% ഓവർ 2023-24. 2024-2025 ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എന്താണ് 2023-24 കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വളർച്ചയെത്താണ് 11.7% വളർച്ച വന്നിട്ടുണ്ട്. 100 രൂപ ഉണ്ടായിരുന്നത് 111.7 രൂപയായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി ഇതിന് മുന്നത്തെ വർഷം കൂടെ നമുക്ക് നോക്കണം. ഏത് ചോദിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. സെയിം കാര്യം തന്നെ ദ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള ഫോർ 2023-24. അത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുക? 22-23 ആണല്ലേ. അറ്റ് കറണ്ട് പ്രൈസ് തന്നെ പ്രൊജക്റ്റഡ് 11.3 lakh crore. അമൗണ്ടിങ് ഗ്രോത്ത് 11.2 ഓവർ 2022-23. 2022-23 എത്തുമ്പോൾ 11.2% വളർച്ചയാണ് നമ്മുടെ ഗ്രോസ് ജി ഡി പിയിലുള്ളതെങ്കിൽ, സ്റ്റേറ്റ് ജി ഡി പിയിലുള്ളതെങ്കിൽ, അത് 2023-24 24-25 എത്തുന്ന സമയത്ത് എന്താണ്? പിന്നെയും കൂടിയല്ലേ 11.7% മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിറകിലുള്ള കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ ദ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഗ്രോത്ത് ഫോർ 2022-23 അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് വാസ് 6.6%, വിച്ച് വാസ് 12.9% ഇൻ 2021-22. ഇത് കോൺസ്റ്റന്റ് പ്രൈസിലാണ് വരുന്നത്. കറണ്ട് പ്രൈസിലെ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഇയർ അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത് അല്ലേ. കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും ഒരു ബേസ് ഇയർ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആ ബേസ് ഇയർ ഏതാണ്? 2011-12 ആണ്. സോ അതിൻ്റെ വളർച്ച തന്ന ചോദ്യത്തിൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. കറണ്ട് പ്രൈസ് ബേസ് ചെയ്തിട്ടാണോ കോൺസ്റ്റന്റ് പ്രൈസ് ബേസ് ചെയ്തിട്ടാണോ നോക്കണം. ഇത് ഞാൻ കോൺസ്റ്റന്റ് പ്രൈസ് തരാനുള്ള കാരണം ഇത് എക്കണോമിക് റിവ്യൂവിൽ മെൻഷൻ ചെയ്തതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെടുത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം. ചിലപ്പോൾ ഇതാണ് ചോദിക്കാൻ എനിക്ക് തോന്നുന്നത് ഇത് ചോദിക്കാനാണ് സാധ്യത. കോൺസ്റ്റന്റ് പ്രൈസ് ആണ് ചോദിക്കാനുള്ള സാധ്യത. 2021-22 നമ്മുടെ ആ ഒരു എമൗണ്ട് എന്താണ്? 6.6% ഉയർന്നിട്ടുണ്ട് അല്ലേ. GSDP ഗ്രോത്ത് റേറ്റ് ഫോർ 2022-23 അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് വാസ് 6.6%, വിച്ച് വാസ് 12.9% ഇൻ 2021-22. ദ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആൻഡ് states on non-tax revenue increased 23.36% and 44.5% respectively 2022-23. 2022-23 അവർ റിപ്പോർട്ട് പ്രകാരം എക്കണോമിക് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അവിടെ എന്താണ് ഡൗൺലോഡ്സിലുണ്ടാവും എക്കണോമിക് റിവ്യൂ. 2023 റിവ്യൂ ആണ് ഇപ്പോൾ ലഭ്യമായുള്ളത്. 2024 റിവ്യൂ നമുക്ക് ഈ ഒരു ജനുവരി ഫെബ്രുവരി ആയിട്ട് ലഭ്യമാവും. ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ടാക്സ് റവന്യൂ
നമ്മുടെ സ്റ്റേറ്റിൻ്റെ വരുമാനമാണ് ടാക്സ് റവന്യൂ എത്രയാണ്, അതിൽ 23.36% വർധനവും. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ഫൈൻ ആൻഡ് ഫീസാണ്. നമ്മുടെ MVD പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഫീസും കാര്യങ്ങളും അടക്കുന്നില്ല, അതൊക്കെ എന്താണ് നോൺ ടാക്സ് റവന്യൂ ആണ്. ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരുമാനമാണ്. ഗവൺമെൻറ് വരുമാനം എന്താണ് ടാക്സ് നോൺ ടാക്സ് ഒക്കെ ആണല്ലേ. സോ ആ വരുമാനത്തിലും വർധനവ് വന്നിട്ടുണ്ട്. 13.79% വർധനവ് വന്നിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഹാസ് എഫക്റ്റീവ്ലി റെഡ്യൂസ്ഡ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കമ്മിയാണല്ലോ. സർപ്ലസ് എന്ന് പറയുമ്പോൾ മിച്ചവും, ഡെഫിസിറ്റ് കമ്മിയാണ്. അതായത് വരുമാനത്തിൽ വന്ന ഇടിവ് ഗവൺമെൻറ് എന്താണ് 2.23% GSDPയുടെ ഇടിവുണ്ടായിരുന്നെങ്കിൽ, അതായത് 100 രൂപ ഉണ്ടായിരുന്നത് GSDPയുടെ എന്താണ് 2.23% ഇടിവെന്ന് പറയുമ്പോൾ അറൗണ്ട് 97 രൂപയാണ് ലഭിച്ചത് അല്ലേ. അതെന്തായിട്ട് കുറച്ചിട്ടുണ്ട്, അത് 0.8%, അതായത് അറൗണ്ട് 99 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ഹാസ് എഫക്റ്റീവ്ലി റെഡ്യൂസ്ഡ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുമാനത്തിലുണ്ടായിട്ടുള്ള ഇടിവ് എന്താണ്, അത് 2.23% ഇടിവ് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഒരു വരുമാനം എന്ന രീതിയിൽ പറയുന്നത് അല്ലേ. സോ അതിൻ്റെ 2.23% വളരെ വലിയ ഇടിവുണ്ടായിരുന്നത് 2021-22, കാരണം എന്താണ് COVID-19 ആണല്ലേ. അത് 2022-23 എത്തിയപ്പോൾ 0.88% മാത്രമായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ 2.23 അല്ലേ വലുത്, ഇത് ചെറുതല്ലേ എന്ന് വിചാരിക്കരുത്. നമുക്കുണ്ടായിരുന്ന നഷ്ടമാണ്. നമ്മളെപ്പോഴും എന്താണ് നഷ്ടം എന്ന് പറഞ്ഞത്, നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം, അതായത് നിങ്ങൾക്ക് 100% നഷ്ടമാണോ അല്ലെങ്കിൽ 10% നഷ്ടമാണോ, ഏതാണ് ബെറ്റർ? 10% നഷ്ടമാണ് ബെറ്റർ അല്ലേ. അതേപോലെ തന്നെ ഇവിടെ 2.23% നഷ്ടം മറികടന്നിട്ട് 0.88% നഷ്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. രണ്ട് നഷ്ടം തന്നെയാണ്. ദ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് GSV ഓർമ്മയില്ല നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, GDP പോലെ തന്നെ ഒരു സംഭവമാണ്. ബട്ട് എവിടെ നിന്ന് നമ്മൾ ചിന്തിക്കണം, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചിന്തിക്കണം. അവിടെ എന്ത് വേണ്ട നമുക്ക്, അവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് വേണ്ട, മറിച്ച് എന്ത് വേണം നമുക്ക്, സബ്സിഡീസ് വേണം അല്ലേ. ഗ്രോസ് വാല്യൂ ആഡഡ് GDP എന്താണ്, GDP നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് ചെയ്തിട്ട് സബ്സിഡീസ് കൂട്ടിയാൽ GVA നമുക്ക് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്. എന്തിലാണ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബേസ് ഇയർ അവിടെ ഉണ്ടാവും അല്ലേ. ഇൻക്രീസ്ഡ് ബൈ 6.19%. അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. 2021-22 എത്തുമ്പോൾ. സോ ഇവിടെ GSVA നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഓരോ സെക്ടേഴ്സായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. പ്രൈമറിയിൽ എത്ര, സെക്കൻഡറിയിൽ എത്ര, ടേഴ്ഷ്യറിയിൽ എത്ര വർധന വന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെക്ടർ വൈസ് സ്പ്ലിറ്റ് അപ്പ് ഷോഡ് ദാറ്റ് primary sector grew by 1.45%, secondary sector grew by 7.72%, സർവീസ് സെക്ടർ ബൈ 6.21%. നമ്മുടെ ഓരോരോ സെക്ടർ ഉണ്ടായുള്ള വരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ്റെ വർധനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി സെക്ടറിൽ വളരെ കുറവാണ്, 1.45% വർധന വന്നു. സെക്കൻഡറി സെക്ടറിൽ 7.72% നല്ല വർധന വന്നു. സർവീസ് സെക്ടറിൽ 6.21% വർധനവും നമുക്ക് വന്നിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തേക്കണം. ചിലപ്പോൾ അതൊക്കെ ചോദിക്കും, ഓരോ സെക്ടറിൽ വർധനവ് എത്ര വന്നു, ഗ്രോത്ത് റേറ്റ് എത്ര വന്നു എന്ന് ചോദിക്കാം. അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എസ്റ്റിമേറ്റ് ആർ പ്രിപ്പയർഡ് ഇൻ സെക്ടർ വൈസ് ആൻഡ് ഇൻഡസ്ട്രി വൈസ്. നമ്മുടെ എന്താണ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ സെക്ടർ വൈസും, സെക്ടർ എന്ന് പറയാം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി വൈസും അതുപോലെ ഇൻഡസ്ട്രി വൈസുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 3 സെക്ടേഴ്സാണ്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി 3 സെക്ടേഴ്സാണല്ലേ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം 2024-25 റിപ്പോർട്ട് പ്രകാരം, അതായത് ഒരിക്കലും എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടല്ല, അല്ലാതെയുള്ള റിപ്പോർട്ട് പ്രകാരം, ഗവൺമെൻറ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ടെറിഷറി സെക്ടറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ വരുമാനം, കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് സേവന മേഖല എന്ന് പറയുമ്പോൾ എന്താണ്, ഡോക്ടർ, ടീച്ചർ, അതുപോലെ തന്നെ IT ജോബ്സ്, കമ്മ്യൂണിക്കേഷൻ, ഡ്രൈവേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ഇന്ത്യയുടെ ആയാലും ലീഡിങ് എന്ത് തന്നെയാണ്, ടെറിഷറി സെക്ടർ തന്നെയാണല്ലേ. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പ്രൈമറി, അഗ്രികൾച്ചറൊക്കെ ലീഡിംഗ് ആയിട്ട് നിന്നെങ്കിലും ഇന്ന് ഇന്ത്യയുടെയും എന്താണ് വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശ്രയം ടെറിഷറി സെക്ടറാണ്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 57.21% ടെറിഷറി സെക്ടർ. രണ്ടാമത് വരുന്നത് സെക്കൻഡറി സെക്ടർ 24.01%. വളരെ കുറവ് മാത്രമേ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പോലെയുള്ള ആക്ടിവിറ്റീസ് കേരളത്തിലുള്ളൂ. അത് 7.82% അല്ലേ. സോ ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള കാര്യം. ഇനി ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നോക്കാൻ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മുടെ വരുമാനം, കേരളത്തിലെ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് ചോദ്യം വരാം. പ്രൈമറി സെക്ടറിലെ ഏതൊക്കെ ജോലികളാണ് കേരളത്തിൻ്റെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ ചോദ്യം വരാം. പ്രധാനമായിട്ട് എന്താണ് പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ. അഗ്രികൾച്ചർ, അലൈഡ് സെക്ടർ വരുന്നുണ്ട്, മൈനിങ് വരുന്നുണ്ട്, കോറിയിങ്, ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ.
അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് ക്രോപ്സ്, ലൈവ് സ്റ്റോക്ക്, ഫോറസ്ട്രി, ലോഗിംഗ്, ഫിഷിംഗ്, അക്വാകൾച്ചർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രൈമറി സെക്ടറിൽ വരുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ജോലികളൊക്കെ എന്തിലാണ് വരുന്നത്? പ്രൈമറിയിലാണല്ലേ. അഗ്രികൾച്ചർ ഭൂമിയിൽ നമ്മൾ നേരിട്ട് ഇറങ്ങിയിട്ട് ജോലി ചെയ്യുകയാണല്ലേ. മൈനിങ് എന്താണ്? ഭൂമി കുഴിച്ചെടുക്കുകയാണ്. ഫിഷിംഗ് എന്താണ്? ഭൂമി ലഭ്യമായുള്ള സമുദ്രത്തിൽ നിന്ന് നമ്മൾ എന്താണ്? മീനിനെ പിടിക്കുകയാണല്ലേ. ലിവ് സ്റ്റോക്ക് ഭൂമിയോട് നേരിട്ട് ഇടപഴകുന്ന മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഫോറസ്ട്രിയും കാര്യങ്ങൾ എന്താണ്? അതൊക്കെ ഭൂമിയോട് നേരിട്ട് ഇടപഴകുന്ന കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ പ്രൈമറി സെക്ടറിൽ വരും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ക്രോപ്സ്. എന്തൊക്കെയാണ് ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി സെക്ടറിലെ ജോലികൾ നമുക്ക് നോക്കാം. ദ എക്കണോമിക് ആക്ടിവിറ്റീസ്, അതാണ് ചോദിക്കുക. പ്രൈമറി സെക്ടറിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഗ്രോയിങ് ഓഫ് ഫീൽഡ് ക്രോപ്സ്, ഫ്രൂട്ട്, നട്ട്സ്, സീഡ്, വെജിറ്റബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തുക. അതെന്താണ്? അത് പരിപാലിച്ചിട്ട് അതെന്താണ്? വിളവെടുത്ത സമയത്ത് അത് വിൽക്കും. വിറ്റ് കഴിഞ്ഞാൽ ഒരു വരുമാനം. സോ അത്തരത്തിൽ കേരളത്തിന് വരുമാനം വരുന്നുണ്ട്. മാനേജ്മെന്റ് ഓഫ് ടീ, കോഫി, റബ്ബർ പ്ലാന്റേഷൻ പോലുള്ള കാര്യം അതും കൃത്യമായിട്ട് പരിപാലിക്കുക. അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ, അതായത് പച്ചക്കറി പഴമാണല്ലേ. സർവീസ് ഓൺ ഫീ ഓർ ഓൺ കോൺട്രാക്ട് ബേസിസ് സച്ച് ഹാർവെസ്റ്റിംഗ്, ബൈലിംഗ് ആൻഡ് താഷിങ്, ഇതുപോലെ വിളവെടുക്കുക, ഉഴുതിറക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വരുമാനം വരുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ടൊബാക്കോ ഫോർ മാർക്കറ്റിംഗ്, ടൊബാക്കോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. നമ്മുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും വന്ന കാര്യമാണ്. കാസർഗോഡാണെന്ന് തോന്നുന്നു കേരളത്തിൽ ടൊബാക്കോയുമായിട്ട് ബന്ധപ്പെട്ട ലീഡിംഗ് പ്രൊഡ്യൂസർ, അതൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ എന്തിൽ വരും? പ്രൈമറി ആക്ടിവിറ്റീസിൽ വരും. അതുപോലെ പെസ്റ്റ് കൺട്രോൾ, സ്പ്രേയിങ്, അതൊക്കെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് വരുന്നുണ്ടല്ലേ. സോ അതിനൊക്കെ പോകുന്ന ആളുകൾക്ക് വരുമാനം വരുന്നുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓൺ പ്രൊഡ്യൂസ് ടു പ്രൈമറി മാർക്കറ്റ്, ഇത്തരത്തിൽ പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അവിടേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെ ഈ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വരുന്നുണ്ടല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ആക്ച്വലി വരുന്നത് ട്രഷറിയിലാണ്. ആക്ടിവിറ്റീസ് ഈൽഡിംഗ് റെന്റൽ ഇൻകം ഫ്രം ഫാം ബിൽഡിംഗ് ആൻഡ് ഫാം മെഷീനറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ അഗ്രികൾച്ചർ ലോൺ. മറ്റൊരു രീതിയിൽ എന്താണ്? അഗ്രികൾച്ചർ ലോൺ നൽകി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വരുമാനം വരുന്നുണ്ട്. ചിലപ്പോൾ എന്താണ്? ട്രാക്ടറും അതുപോലെ തന്നെ എക്യുപ്മെൻ്റ് ഒക്കെ കടമായിട്ട് നൽകും, ഭൂമിയൊക്കെ കടമായിട്ട് നൽകില്ല. അതിലൂടെ വരുന്ന വരുമാനം, അതിൽ നിന്നും ഗവൺമെൻറ് പണം കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ ഓഫ് ഇറിഗേഷൻ സിസ്റ്റം കംപ്രൈസിംഗ് ഓഫ് supply of water through various government channel to the agriculture is also included in the sector. അതായത് ഇറിഗേഷൻ സിസ്റ്റം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഇത്തരത്തിൽ ഒരുപാട് ഇറിഗേഷൻ സംവിധാനങ്ങൾ വരുന്നുണ്ടല്ലേ. അതിൽ നിന്നാണ് വരുമാനം വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിശ്ചിത വരുമാനവും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ലൈവ് സ്റ്റോക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലേ. മൃഗപരിപാലനമാണ്. ദ എക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ആനിമൽ ആൻഡ് പോൾട്രി ബിസൈഡ്സ് പ്രൈവറ്റ് വെറ്റിനറി സർവീസസ്. ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ്, നമ്മുടെ എന്താണ്? ഇപ്പം പശുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാല് എടുക്കുന്നുണ്ട് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, അത് നമുക്ക് അവിടെ പറയാം. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അതുപോലെ തന്നെ നമ്മൾ കോഴിയൊക്കെ വളർത്തിയിട്ട് എന്താണ്? മുട്ടയെടുക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. സ്ലോട്ടറിങ് വരാറുണ്ട് അല്ലേ. അതെന്താണ്? നമ്മൾ ഇത്തരത്തിൽ ആട്, അതുപോലെ തന്നെ കോഴി, അതുപോലെ തന്നെ താറാവ്, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ എന്താണ്? നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് സ്ലോട്ടറിംഗ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ലോട്ടറിംഗ് എന്ന് പറയുമ്പോൾ വധമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അറക്കുക അങ്ങനെയൊക്കെ നമ്മൾ പറയല. അതാണ് പ്രിപ്പറേഷൻ ആൻഡ് ഡ്രസ്സിംഗ് ഓഫ് മീറ്റ്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് റോ ഹൈഡ്സ് ആൻഡ് സ്കിൻസ്, എഗ്സ്, ഡങ്ക്, റോ വൂള്, ഹണി ആൻഡ് സിൽക്ക് വേം, കൊക്കൂൺസ് എക്സെട്ര. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് വരുമാന മാർഗ്ഗമായിട്ട് വരുന്നുണ്ടല്ലേ. ചെമ്മരിയാട് പോലുള്ള കാര്യങ്ങൾ. ചെമ്മരിയാടൊന്നും കേരളത്തിലില്ല. സോ അത്തരത്തിൽ അതിൻ്റെ നൂലെടുക്കുക, പട്ടുനൂൽ പുഴുവിൻ്റെ എന്താണ്? ആ ഒരു സിൽക്ക് ഉണ്ടാക്കുക, എഗ്ഗ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമാന മാർഗ്ഗമായിട്ട് വരുന്നുണ്ട്. ഇനി ഫോറസ്ട്രി ആൻഡ് ലോഗിങ്. ദ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്ലൂഡ് ഇൻ ദിസ് സെക്ടർ ഏതൊക്കെയാണ്? ഫോറസ്റ്റ്. എക്സാമ്പിൾ ചോദിച്ചാൽ പ്ലാന്റിംഗ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, ഗ്യാതറിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ്, ചാർക്കോൾ ബേണിംഗ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫോറസ്റ്റ്. സോ ഇത്തരത്തിൽ എന്താണ്? മരങ്ങൾ, എല്ലാ മരങ്ങളുമല്ല, ആവശ്യത്തിനുള്ള മരങ്ങൾ മുറിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വരുമാന മാർഗം. ലോഗിംഗ്, ഫെല്ലിംഗ് ആൻഡ് റഫ് കട്ടിംഗ് ഓഫ് ട്രീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ടു ദ സെയിൽ ഡെപ്പോട്ട്സ് ഓർ അസംബ്ലി സെന്റേഴ്സ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്താണ്? ഇതിനായിട്ട് പരിപാലിക്കുന്ന പ്രദേശങ്ങൾ വരുമല്ലോ. ഫോറസ്റ്റ് അല്ലാതെ ഇതിനായിട്ട് പരിപാലിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. അതുപോലെ ഫാം യാർഡ് വുഡ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വുഡ് ആൻഡ് ഫ്യൂൽ വുഡ് കളക്റ്റഡ് ബൈ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഫ്രം ട്രീസ് ഔട്ട്സൈഡ് റെഗുലർ ഫോറസ്റ്റ്. റെഗുലർ ഫോറസ്റ്റ് അല്ലാതെ ലോഗിംഗ് പോലെ തന്നെ എന്താണ്? ഇത്തരത്തിൽ ഫാം യാർഡ് വുഡ്സും വരുന്നുണ്ട്. ഇനി എന്താണ്? ഫിഷിംഗ് ആൻഡ് അക്വാകൾച്ചർ. പ്രത്യേകിച്ച് പറയണ്ടല്ലേ. കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, ഇനി തോടുകളിൽ മീൻ പിടിക്കുന്നുണ്ട്, ഇൻലാൻഡ് വാട്ടേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്താണ്? പ്രൈവറ്റായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള കാര്യങ്ങൾ, ചെമ്മീൻ പാടം എന്നൊക്കെ കേൾക്കാറില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ എക്കണോമിക് ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദിസ് സെക്ടർ എന്തൊക്കെയാണ്? ഒന്ന് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് ഇൻ ഓഷ്യൻ, നമ്മുടെ സമുദ്രങ്ങളിലല്ലേ. കോസ്റ്റ് ലാൻഡ് ഓഫ്ഷോർ വാട്ടേഴ്സ് ആസ് വെൽ ആസ് ഇൻലാൻഡ് വാട്ടേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് കാച്ചിങ്, ടാക്ലിംഗ് ആൻഡ് ഗ്യാതറിംഗ് ഓഫ് ഫിഷ് ഫ്രം റിവേഴ്സ്, ഇറിഗേഷൻ ആൻഡ് അതർ കനാൽസ്, ലേക്സ്, ടാങ്ക്സ്, ഫീൽഡ്സ്, ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇനി സബ്സിസ്റ്റൻസ് ഫാംസ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിഫിഷ്യൽ ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ്? മീനെ വളർത്താറില്ലേ. ആ രീതിയിലുള്ള വരുമാനം വരുന്നുണ്ട്. ഇൻലാൻഡ് വാട്ടേഴ്സിലും അല്ലാതെയുള്ള ആർട്ടിഫിഷ്യൽ പോൺസിലും സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഫിഷിംഗ് നടക്കാറുണ്ട്. അതുപോലെ ഗാദറിംഗ് ഓഫ് സീ വീഡ്സ് പലപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ. പലരും എന്താണ്?
വീഡ്സ് കളക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ എന്താണ് മുത്തുകളും അതൊക്കെ കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്തിട്ട് അതും ഒരു വരുമാന മാർഗ്ഗമായിട്ട് വരാറുണ്ട്. വളരെ പഴയ പുറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഗ്യാതറിംഗ് ഓഫ് സീ വീഡ്സ്, സീ ഷെല്ല്, പേൾസ്, സ്പോഞ്ചസ് ആൻഡ് അതർ ഓഷ്യൻ ആൻഡ് കോസ്റ്റൽ വാട്ടർ പ്രൊഡക്ട്സ്. അതുപോലെ ഫിഷ് ക്യൂറിങ് വരാറുണ്ട്. അതായത് നമ്മളെന്താണ് പല പ്രദേശങ്ങളിൽ എന്താണ് ഈ ഒരു മീനിൻ്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളല്ലേ. സോ ആ രീതിയിലെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സാൾട്ടിങ് ആൻഡ് സൺ ഡ്രൈയിങ് ഓഫ് ഫിഷ് എന്ന രീതിയിൽ ആ ഒരു വരുമാന മാർഗ്ഗം വരാറുണ്ട്. ഇനി മൈനിങ് ആൻഡ് കോറിങ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്താണ് പല പ്രദേശങ്ങളും നമ്മൾ കാണാറുണ്ടല്ലേ. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൊല്ലം, ചവറ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദിസ് സെക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് വിച്ച് ഒക്വർ ഇൻ നാച്ചർ ആസ് സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസസ് അണ്ടർഗ്രൗണ്ട് അതിൻ്റെ സർഫേസ് മൈൻസ്, കോറീസ് ആൻഡ് ഓയിൽ വെൽസ്. അതവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതുപോലെ എടുത്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡറി സെക്ടർ, പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി ആണെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്താണ്? ഇൻഡസ്ട്രീസ് ആണല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ ആൻഡ് കൺസ്ട്രക്ഷൻ. ഇതാണ് സെക്കൻഡറി സെക്ടറിൽ പ്രധാനമായിട്ട് വരുന്നത്. മാനുഫാക്ചറിൽ എന്തൊക്കെയാണ്? നിർമ്മാണങ്ങളാണ് മാനുഫാക്ചർ, വാഹന നിർമ്മാണം, അങ്ങനെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ. ദ മാനുഫാക്ചറിംഗ് സെക്ടർ കവർ ഓൾ മാനുഫാക്ചറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് സർവീസ് യൂണിറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എംപ്ലോയ്മെന്റ് സൈസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലൊക്കേഷൻ. വളരെ ചെറിയ ഫേം തൊട്ടിട്ട് വളരെ വ്യാപിച്ചെടുക്കുന്ന വളരെ വലിയ ഫേം വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു മാനുഫാക്ചറിംഗിൽ വരുന്നുണ്ട്. അതിലൂടെ കേരളത്തിൽ എന്താണ് വരുമാനം, കേരളത്തിൻ്റെ GDP അതിലൂടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ഇറ്റ്സ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ടു, നെയിംലി ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാനുഫാക്ചറിംഗ്. ഈ ഒരു മാനുഫാക്ചറിങ്ങിനെ നമ്മളെന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന രീതിയിലും വിളിക്കാറുണ്ട് അല്ലേ. ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ അവർ കൃത്യമായുള്ളൊരു കൂട്ടമുണ്ടാവും, അല്ലെങ്കിൽ അവിടെ കൃത്യമായുള്ളൊരു ആളുകളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും. അൺഓർഗനൈസ്ഡ് അങ്ങനെയല്ല, ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ജോലി ഉണ്ടാവണം നിർബന്ധമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദ ഓർഗനൈസ്ഡ് മാനുഫാക്ചറിംഗ് കൺസിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ എന്റർപ്രൈസസ്, നോൺ ഡിപ്പാർട്ട്മെന്റൽ എന്റർപ്രൈസസ്, റെയിൽവേ വർക്ക്ഷോപ്പ്, പ്രൈവറ്റ് കോർപ്പറേറ്റ് എന്റർപ്രൈസസ് ഇൻക്ലൂഡിംഗ് കൗസി കോർപ്പറേഷൻ. ഇനി അൺഓർഗനൈസ്ഡിൽ എന്താണ്? ചെറിയ ചെറിയ സ്കെയിൽ എന്റർപ്രൈസസ് ആണല്ലേ, സ്മോൾ സ്കെയിൽ എന്റർപ്രൈസസ്. അതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് വരുമാനം വരുന്നുണ്ട്. ഇനി ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. ഇലക്ട്രിസിറ്റി ബില്ല് വരാറില്ല, KSEB, അത് വരുമാനമല്ലേ. അതുപോലെ ഗ്യാസ്, വാട്ടർ സപ്ലൈ വരാറില്ലേ, നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ വരുമാനങ്ങളാണല്ലേ. ദ എക്കണോമിക് ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദിസ് സെക്ടർ ഇൻക്ലൂഡ് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് എനർജി. നമ്മുടെ ഇലക്ട്രിക് എനർജി നമുക്ക് എങ്ങനെയാണ് വൈദ്യുതി കിട്ടുന്നത്? KSEB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. കേരളത്തിൽ വേറെ പ്രൈവറ്റ് ഒന്നും ഇല്ലല്ലോ. കർണാടകയൊക്കെ ആണെങ്കിൽ ബെസ്കോം ഒക്കെ വരുന്നുണ്ട്. കേരളത്തിൽ ഗവൺമെന്റ് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്, പ്രൈവറ്റ് നിലവിലില്ല. ദ മാനുഫാക്ചർ ഓഫ് ഗ്യാസ് in a gas works include gobar gas and distribution through mains to household, industrial, commercial and other uses, and the activities associated with the collection, purification and distribution of water excluding the operation of irrigation system. ഇറിഗേഷൻ സിസ്റ്റത്തിനുള്ളത് പ്രൈമറിയിലാണ് വരുന്നത്, സെപ്പറേറ്റ് ആണ് വരുന്നത്. അല്ലാതെയുള്ള കാര്യം നമുക്ക് അത്യാവശ്യം കുടിവെള്ള ആവശ്യങ്ങൾക്കില്ലേ, അതിനൊക്കെ വരുന്നത് സെക്കൻഡറിയിലാണ് വരുന്നത്. ചിലപ്പം അങ്ങനെയും ചോദ്യം വരാം. ഇനി എന്താണ് കൺസ്ട്രക്ഷൻ, നിർമ്മാണം അല്ലേ. റോഡ് നിർമ്മാണം, റെയിൽ നിർമ്മാണം, ബ്രിഡ്ജ് നിർമ്മാണം, ഫാക്ടറീസ് നിർമ്മാണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിർമ്മാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ, the activity under this sector include contract construction by general builders, civil engineering contractors and special trade contractors, on account construction carried out by independent unit of enterprises or other organization which are not part of the construction industry proper. വലുതായാലും ചെറുതായാലും ഏത് രീതിയിലുള്ളതായാലും കേരളത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമാനം കിട്ടുന്നുണ്ടല്ലേ. സോ ഏത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ എന്താണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് കവർ ഓൾ ആക്ടിവിറ്റീസ് കണക്റ്റഡ് with the site preparation, alteration, addition, repair and maintenance, construction and maintenance of roads, rail beds, bridges, tunnels, pipelines, ropeways, port, harbors, runways, construction or erection and maintenance of power, telecommunication, transmission lines, waterway, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ കൺസ്ട്രക്ഷൻ ആണോ അതൊക്കെ കേരളത്തിന് വരുമാന മാർഗ്ഗമാണ്. അതൊക്കെ എന്തിൽ വരും? സെക്കൻഡറി സെക്ടറിൽ വരും അല്ലേ. ഇനി ടെറിഷ്യറി സെക്ടർ ഞാൻ ഓടിച്ചു പോകാനുള്ള കാര്യം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ടെറിഷ്യറി സെക്ടറിൽ എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് റിപ്പയർ സർവീസ് വരുന്നുണ്ട്, ഹോട്ടൽ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് സർവീസ്, ഇൻസിഡൻ്റൽ ടു ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് റിലേറ്റഡ് ടു ബ്രോഡ്കാസ്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ആണ് റിലേറ്റഡ് വരുന്നത്. ഫിനാൻഷ്യൽ സർവീസ്, റിയൽ എസ്റ്റേറ്റ്, ഓണർഷിപ്പ് ഓഫ് ഡ്വെല്ലിംഗ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ സർവീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് ആൻഡ് അതർ സർവീസ്. ഇത്തരത്തിൽ സേവനവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സേവനമുണ്ടോ അതൊക്കെ ടെറിഷ്യറി സെക്ടറിലാണ് വരുന്നത്. ട്രേഡ് ആൻഡ് റിപ്പയർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ AC മെക്കാനിക്, കാർ മെക്കാനിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറില്ലേ. സോ അതൊക്കെ ഇവിടേക്കാണ് വരുമാനം കാണിക്കുന്നത്, ടെറിഷ്യറി സെക്ടറിലാണ്. ട്രേഡ് ആൻഡ് റിപ്പയർ സർവീസ് ഇൻക്ലൂഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ് ഇൻ ഓൾ കമ്മ്യൂണിറ്റീസ്.
വെദർ പ്രൊഡ്യൂസർ ഡൊമസ്റ്റിക്കലി ഓർ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ. എങ്ങനെയാലും കേരളത്തിൽ എന്താണ് വരുമാനമാണല്ലേ. ഇറ്റ് കവേഴ്സ് ആക്ടിവിറ്റീസ് ഓഫ് പർച്ചേസ് ആൻഡ് സെല്ലിംഗ് ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് ഓപ്ഷനേഴ്സ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താണ് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഒക്കെ എന്താണ്, അതൊക്കെ സേവനങ്ങളിലാണ് വരുന്നത് അല്ലേ. ദിസ് സെക്ടർ കവേഴ്സ് സർവീസ് റെൻറ്റഡ് ബൈ ഹോട്ടൽസ് ആൻഡ് അതർ lodging places, restaurant, cafes and other eating and drinking places. The economic activities covered are hotels, camping sites, etc., restaurant, bars and canteens. So ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ടെറിഷറിയിലാണ്. അതൊക്കെ കേരളത്തിന് വരുമാന മാർഗ്ഗങ്ങളാണല്ലേ. ഇനി ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. The economic activities include in this sector are transport via railways, other land transport, sea and coastal water transport, inland water transport, scheduled air transport, നോൺ ഷെഡ്യൂൾഡ് എയർ ട്രാൻസ്പോർട്ട്. ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള സേവനം, ഗതാഗതം പോലെയുള്ള ഏത് രീതിയിലുള്ള സേവനമായി കഴിഞ്ഞാലും അതൊക്കെ എന്താണ് ടെറിഷറിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലേ. സപ്പോർട്ടിങ് ആൻഡ് ഓക്സിലറി ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസ് of travel agencies, including storage and warehousing, post and courier activities, telecommunication. ഇതൊക്കെ എന്താണ് സേവനങ്ങളാണ്, ടെറിഷറിയിലാണ് ഇതൊക്കെ വരുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ സർവീസ്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. ടു മെയിൻ ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ദിസ് സെക്ടർ എന്തൊക്കെയാണ് വരുന്നത്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ NFBC എന്ന് പറയും, ഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, എൻഗേജ്ഡ് ട്രേഡിംഗ് ഇൻ ഷെയർസ്, ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇവിടെ ചുരുക്കിയിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ബാങ്ക് നൽകുന്ന എന്താണ്, സേവനമാണ്. ബാങ്കിങ്ങും ഇൻഷുറൻസും നമുക്ക് സേവനങ്ങൾ, അതൊക്കെ എന്തിലാണ് വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വരുമാനമൊക്കെ കേരളത്തിന് വരുമാനത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇതൊക്കെ എന്തിലാണ് വരുന്നത്, ഇതൊക്കെ ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിഫൻസ്, ഓരോരോ ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ, അതിന് നമ്മൾ നൽകുന്ന ഒരു ഫീസും കാര്യങ്ങളല്ലേ. This sector covers service rendered by the administrative department of the general government, that means central and state government, union territories, municipal corporation, municipalities, housing board, cantonment boards, improvement trust, district and local boards and Panchayat Raj institutions. Public service in the autonomous institution, quasi government bodies are also included under this economic activity. So ഇത്തരം എക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ ടെറിഷറിയിൽ വരുന്നതാണ്. ടെറിഷറിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് എന്താണ് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ പറയാനുള്ളത്. പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം, ആദ്യം എന്താണ് GDP എന്ന് പറഞ്ഞല്ലേ. എന്താണ് GDP എന്ന് പറഞ്ഞതിൽ നിന്നും നമ്മൾ എന്താണ്, അതിൽ നിന്നും സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, GVA കൂടെ പറഞ്ഞു, കേരളത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളും പറഞ്ഞു, പ്രധാനമായിട്ട് വന്ന റിപ്പോർട്ടും കാര്യങ്ങളും പറഞ്ഞു, GDP എങ്ങനെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ എന്താണ് സംസ്ഥാനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മൊത്തം GDP കാണണമെങ്കിൽ സ്റ്റേറ്റ് GDP ആഡ് ചെയ്താൽ മതിയെന്നും, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഷെയർ നമ്മൾ കാണണമെങ്കിൽ എന്താണ് ആ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് GDP ഡിവൈഡ് ബൈ ടോട്ടൽ സംസ്ഥാനങ്ങളെ കോൺട്രിബ്യൂഷൻ ചെയ്താൽ കിട്ടും എത്ര ശതമാനമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടെ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഓരോ സെക്ടർ വൈസ് കാര്യങ്ങൾ തന്നിട്ട് അത് നമുക്ക് പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമീസിൻ്റെ ടെലിഗ്രാം ചാനൽ, ആ ഒരു പെയ്ഡ് ഗ്രൂപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ഒരു ഡൗട്ടും കാര്യങ്ങളും കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമുക്ക് എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്